നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയിരുന്നു. പാലക്കാട് അദ്ദേഹം പ്രസംഗം നടത്തി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം. പാലക്കാട്ടെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇക്കാര്യം പാലക്കാട്ടുകാർക്ക് നന്നായി അറിയാമെന്നുമായിരുന്നു മോദി പറഞ്ഞത്. സ്ത്രീകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അത് പ്രക്ഷോഭന വിഷയത്തെ പരാമർശിച്ചതാണ്. ഇത്തരം നേതാക്കളെ കേരളത്തിലെ സ്ത്രീകൾ ഗൗരവത്തോടെ കാണണമെന്നായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ്. തൊട്ടു പിന്നാലെ തന്നെ ഇതിനെ വിമർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി രംഗത്ത് വന്നു. രാഹുലിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഉച്ചരിക്കാനെങ്കിലും നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്റാംഗ് പുനിയയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെ പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ച് നിന്ന് നാളുകൾ അങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല. അന്ന് അവർ ആരോപണം ഉന്നയിച്ച അങ്ങയുടെ സുഹൃത്ത് ബ്രിജ്ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? നിങ്ങളാണോ ധാർമ്മികതയെ പറ്റി പ്രസംഗിക്കുന്നത്? കർണാടകയിലെ അങ്ങയുടെ വിശ്വസ്തൻ യെദ്യൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കളല്ലേ? എന്നിട്ട് ഇത് പറയാൻ നാണമില്ലേ? അതും പോട്ടെ, അങ്ങ് ഇതൊക്കെ വന്ന് പറഞ്ഞ പാലക്കാട്ടെ BJPയുടെ മുഖ്യ സംഘാടകർ ഇല്ലേ? അവരുടെ കയ്യിലിരിപ്പിനെ പറ്റി എന്തെങ്കിലും ബോധ്യം താങ്കൾക്ക് വേണ്ടേ? ഇതെല്ലാം പോട്ടെ, അങ്ങയുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും രാജ്യസഭാ മെമ്പറുമായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി അങ്ങയെപ്പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി ഒരു വാക്ക് പ്രതികരിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതും പോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയും മോദി ഭക്തയുമായിരുന്ന നിങ്ങളെപ്പറ്റി പുസ്തകം വരെ എഴുതിയ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ മധു പൂർണിമ കിഷോർ കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും പ്രതികരണമുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളോട് അവർ 2014 മുതൽ അകലം പാലിക്കുന്നതെന്നും നിങ്ങളെപ്പറ്റി എഴുതിയ ബുക്ക് നേരിട്ട് കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞതിനെ പറ്റി എന്ത് പറയുന്നു? ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണും. എനിക്ക് പേടി നഹി എന്ന് പറഞ്ഞാൽ നഹി. മോദി ആദ്യം ആപ്കാ കണ്ണിലെ തൂമ്പ എടുക്കുകയോ, പിന്നെ മേരാ കണ്ണിൽ ഉണ്ട് എന്ന് ആരോപിക്കുന്ന കരട് എടുക്കുകയോ. ദിസ് ഈസ് കേരള സർ എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനമാണ് മോദിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ യാതൊരു ഭയവുമില്ല എന്ന് പറഞ്ഞ് എണ്ണി പറയുകയാണ് ഓരോ കാര്യങ്ങളും മോദിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. എന്തായാലും NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. അതായത് ആദ്യം പാലക്കാട് വന്നു, അതിനുശേഷം തൃശ്ശൂരിലേക്ക് പോയി. എന്തായാലും മോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തിയതിൻ്റെ ആ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. പാലക്കാടും തൃശ്ശൂരും അദ്ദേഹം എത്തി. രാഷ്ട്രീയപരമായുള്ള കടന്നാക്രമണങ്ങൾ, വിമർശനങ്ങളൊക്കെ പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. പാലക്കാടാണ് ആദ്യം അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ തവണ ശ്രീധരനുണ്ടായ പരാജയത്തിൽ ജനങ്ങൾക്കുണ്ടായ വിഷമം പരിഹരിക്കാൻ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വോട്ട് നൽകണമെന്നായിരുന്നു മോദിയുടെ അഭ്യർത്ഥന. കേരളത്തിന് പുറത്ത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നിച്ചാണ്. കേരളത്തിൽ മാത്രമാണ് ഇവർ പരസ്പരം പോരടിക്കുന്നതായി അഭിനയിക്കുന്നതെന്നും മോദിയുടെ വിമർശനം. ബീഹാർ, ജാർഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവർ സഖ്യത്തിലാണ്. കേരളത്തിൽ ഇവർ പരസ്പരം B ടീം എന്ന് വിളിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ A ടീം BJP മാത്രമാണെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണെന്നും മോദി പറഞ്ഞു. LDFും UDFും ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കുകയാണ്. ഒരു സംഘം ഭരിച്ച് കീശ വീർപ്പിക്കുമ്പോൾ അടുത്ത തവണ മറ്റേ സംഘത്തിന് അവസരം നൽകുന്ന വിചിത്രമായ സഖ്യമാണ് കേരളത്തിലുള്ളത്. ഇരു മുന്നണികളും ഒരുപോലെ BJPയെ ഭയപ്പെടുകയാണെന്നും BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്തു വരുമെന്ന് ഇരു മുന്നണികൾക്കും അറിയാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലെ കടബാധ്യത 5 ലക്ഷം കോടിയായി വർദ്ധിച്ചു. കേന്ദ്ര സർക്കാർ നൽകിയ വികസന ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വകമാറ്റുകയും കൊള്ളയടിക്കുകയും ചെയ്തു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തേക്കാൾ 5 ഇരട്ടി തുകയാണ് BJP സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി നൽകിയത്. റോഡ്, റെയിൽവേ വികസനം, ജൽജീവൻ മിഷൻ, PM ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾക്കായി നൽകിയ പണം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നും മോദി വിമർശിച്ചു. മാത്രമല്ല BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. BJP സർക്കാർ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു അവസരം തരികയാണെങ്കിൽ എല്ലാ അഴിമതികളെക്കുറിച്ചും, ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അഴിമതികളെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നാണ് മോദി ഗ്യാരണ്ടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല
ഈ നാട്ടിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ എ ടീമായി BJP മാറി എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ് എന്നും എപ്പോഴും പറയാറുള്ളത് പോലെ അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. കേന്ദ്ര സർക്കാർ നൽകിയ വികസന ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വകമാറ്റുകയും കൊള്ളയടിക്കുകയും ചെയ്തെന്ന അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ നിലവിലെ LDF സർക്കാരിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. മാറാത്തത് മാറും, കേരളം വളരുമെന്ന ആപ്തവാക്യം, BJPയുടെ ആപ്തവാക്യം അദ്ദേഹം ആവർത്തിച്ചു. വികസിത കേരളം മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന ഉറപ്പും കേരളത്തിലുള്ളവർക്ക് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പാലക്കാട് കോട്ട മൈതാനത്ത് NDA തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ഇതിലായിരുന്നു ആദ്യം പ്രധാനമന്ത്രി പങ്കെടുത്തത്. പതിറ്റാണ്ടുകളായി കേരളം ഇടതു വലതു പാർട്ടികളുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണെന്നും LDFന്റെയും UDFന്റെയും നയങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും കേരളത്തിന്റെ വികസനത്തെ പറ്റി അവർക്ക് യാതൊരു ചിന്തയും ഇല്ലെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. എന്തായാലും പാലക്കാട് അതിരൂക്ഷമായ വിമർശനം. അതിനിടയിൽ പാലക്കാട് MLA രാഹുൽ മങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹം വിമർശനം ഉയർത്തി. സ്ത്രീ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായിരിക്കുന്ന ചില നേതാക്കൾ കോൺഗ്രസിനുണ്ടെന്നും ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമെന്നും മാത്രമല്ല മറ്റൊരു നേതാവിനെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അതിരൂക്ഷമായി വിമർശിച്ചു. അതിനുശേഷം അദ്ദേഹം പോയത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ ആവേശമായ റോഡ് ഷോ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പൂരത്തിന് തിടമ്പേറ്റിയായിരുന്നു പ്രധാനമന്ത്രി തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തിയത്. പുലിക്കളി, കുമ്മാട്ടി, കഥകളി ഒക്കെയായി അണിനിരന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സ്വരാജ് റൗണ്ടിലെ ഫുട്പാത്തിൽ ആയിരങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഓടിയെത്തിയത്. വൈകിട്ട് 4:22 കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹെലിപാഡിലാണ് അദ്ദേഹം ഇറങ്ങിയത്. സ്വരാജ് റൗണ്ടിലേക്ക് വാഹനത്തിലെത്തി. 4:50 സ്വരാജ് റൗണ്ടിലെ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് റോഡ് ഷോ. ജയ് വിളികളുമായി സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം പുഷ്പവൃഷ്ടി. കാവിത്തൊപ്പിയും പാർട്ടി പതാകയിലെ നിറങ്ങളുള്ള ഷോളും അണിഞ്ഞ് വെളുത്ത ഷർട്ടും ധരിച്ചാണ് പുഷ്പങ്ങളാൽ അലങ്കരിച്ച തുറന്ന വാഹനത്തിൽ മോദി റോഡ് ഷോ നടത്തിയത്. സ്വരാജ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിക്കളി, കുമ്മാട്ടി, കഥകളി, വാദ്യമേളങ്ങൾ എന്നിവയുമായാണ് പ്രവർത്തകർ എത്തിയത്. നാട്ടിക MLA ആയിരിക്കെ CPIയിൽ നിന്ന് രാജിവെച്ച് അവിടെ NDA സ്ഥാനാർത്ഥിയായ CC മുകുന്ദനും റോഡ് ഷോയ്ക്കും പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ കയറി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, മണലൂരിലെ സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ എന്നിവരും വാഹനത്തിലുണ്ടായിരുന്നു. ജില്ലയിലെ മറ്റ് NDA സ്ഥാനാർത്ഥികളും റൗണ്ടിലെത്തി. ബിനി ജംഗ്ഷൻ വരെ 900 മീറ്റർ ദൂരമായിരുന്നു റോഡ് ഷോ. 5:15 റോഡ് ഷോ പൂർത്തിയാക്കി കുട്ടനെല്ലൂരിലെത്തി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അതേസമയം ഇത്തവണ കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാലക്കാടാണ് അദ്ദേഹം അത് പറഞ്ഞത്. കേരളത്തിലെ യുവാക്കളുടെ വിശ്വാസവും സ്ത്രീകളുടെ സ്നേഹവും BJPയോടും NDAയോടുമാണ്. കൽപ്പാത്തി ക്ഷേത്രത്തിന് പ്രണാമം അർപ്പിച്ചാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. ഈ മാറ്റത്തിന് പിന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ്. നമ്മുടെ എത്രയോ പ്രവർത്തകർ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകി. ആ പ്രവർത്തകരുടെ മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. കേരളം സുന്ദരമാണെന്ന് പാലക്കാട് വരുമ്പോൾ മനസ്സിലാകും. പാലക്കാട് പ്രകൃതിയുടെ അത്ഭുത കവാടമാണ്. പാലക്കാട് കേരളത്തിന്റെ പ്രതിഭകളുടെ കേന്ദ്രമാണ്. ഈ പാവന ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, കുര്യാക്കോസ്, എലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം അർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.